ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ജൂൺ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, അതുപോലെ തന്നെ അഫർമേഷൻസും ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓപ്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ റീഡിങ്ങിൽ യൂസ് ചെയ്ത കാർഡ്സ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് സിട്രീൻ ആണ്, ബ്രിങ് ഇൻ ദ ലൈറ്റ്. സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് സെലനൈറ്റ് ആണ്, ക്ലിയർ ദ ക്ലട്ടർ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്നത് മാത്രം ലൈഫിലോട്ട് സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂൺ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 1. Thank you. കാർണേലിയൻ, ഫൈൻഡ് യുവർ ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ സേക്രൽ ചക്രയുടെ എനർജിയാണ് കാണുന്നത്. സിട്രീൻ, ബ്രിങ്സ് ഇൻ ദ ലൈറ്റ്. ഇവിടെ നിങ്ങളുടെ സേക്രൽ ചക്ര ഹീലിംഗ് ആണ് ഈ ഒരു ജൂൺ മാസം ഫോക്കസിലോട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു എനർജി ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് റോസ് കോഡ്സ് ആണ്, ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട്. കുറച്ച് പേർക്ക് ഇത് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലവ്, സ്നേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പാസ്റ്റ് എനർജീസ്, എന്തെങ്കിലും ഹേർട്ട്, വൂൺസ്, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ സേക്രൽ ചക്രയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു എനർജി ബ്ലോക്ക് ആയിട്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫെമിനിൻ വിസ്ഡം നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു മന്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫെമിനിൻ വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് ഹീലിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങളെ നർച്ചർ ചെയ്യുക, നിങ്ങളെ സംരക്ഷിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലും ആ ഒരു എനർജി സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് കുറേ കൂടെ ലവ്, കമ്പാഷൻ, ആ ഒരു ഫെമിനിൻ എനർജിയിൽ കുറച്ചും കൂടെ ടാപ്പിൻ ചെയ്യാനായിട്ട് ഈ ഒരു മന്ത് സാധിക്കുന്നതാണ്. ഇത് വന്നിട്ട് എനർജിയാണ്, അതുകൊണ്ടിട്ട് ആൺ പെൺ വ്യത്യാസമില്ല ഇതിൽ. ഓക്കെ, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു ഫെമിനിൻ അതുപോലെ തന്നെ മാസ്കുലിൻ എനർജി ഉണ്ട്. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ പോലും ഈ റീഡിംഗ് കാണുന്നതിൽ നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ എനർജി കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, കുറച്ചും കൂടെ അതിനെ നർച്ചർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് എംപവറിങ്ങിൻ്റെ എനർജിയാണ്, നിങ്ങളെ എംപവർ ചെയ്യുക. ഓക്കെ, നിങ്ങളെ കുറച്ചും കൂടെ മുന്നോട്ട് വരാനായിട്ട് കുറച്ചും കൂടെ എൻകറേജ് ചെയ്യുന്ന ഒരു എനർജിയും ആകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫെമിനിൻ വിസ്ഡം, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പൊട്ടൻഷ്യൽ മറ്റുള്ളവരിൽ സ്പ്രെഡ് ചെയ്യാനായിട്ടും ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കരിയർ പാത്തിലുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കാം, ഓക്കെ, നേഴ്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കിലും ഒരു ഹീലിംഗ് ടച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ എംപവർ ചെയ്യുന്നത്, മറ്റുള്ളവരെ എംപവർ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഫെമിനിൻ വിസ്ഡം നിങ്ങളെ ഈ ഒരു സമയത്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹം, ലവ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഈ ഒരു മന്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു മന്തിൽ എന്തെല്ലാം ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പൈൽ നമ്പർ 1. താങ്ക് യു. ഡീക്ലട്ടർ യുവർ സ്പേസ്. ഈ ഒരു മന്ത് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ആ ഒരു ക്ലട്ടർ കൂടിക്കിടക്കുന്ന ആ ഒരു എനർജി അവിടെ ആ ഒരു ക്ലിയറിങ് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് ഉണ്ട്,
ഓക്കെ, നിങ്ങൾക്ക് പാകമാവാത്ത ക്ലോത്ത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ കളിപ്പാട്ടമായിരിക്കാം അവർക്കിപ്പോൾ ആവശ്യമില്ലാത്ത. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതാണ്. ഓക്കെ, മെയിനായിട്ട് നിങ്ങളുടെ സ്പേസ് കുറച്ചും കൂടെ ക്ലിയർ ആകുന്നതാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ഡൊണേഷൻ ത്രൂ ആവശ്യമുള്ളവർക്ക് അത് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ക്ലെൻസിങ് കൊണ്ടുവരിക. കുറച്ച് പേർക്കിത് നിങ്ങളുടെ വീട്ടിൽ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ കൂടിക്കിടക്കുന്ന എനർജി ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്യുന്നത്, കാര്യങ്ങൾ കുറച്ചും കൂടെ അടുക്കും ചിട്ടയോടും കൂടി എല്ലാം അടുക്കി വെക്കുന്നത് നിങ്ങളെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു കാര്യം കറക്റ്റ് സ്പേസിൽ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആകുന്നതാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം ഒത്തിരി സേവ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്പർ 65 ആണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ചും ഇത് കുറച്ചൊരു പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ലേൺ അബൌട്ട് ദ പവർ ഓഫ് ബീയിങ് വൾണറബിൾ. ഈ ഒരു കാർഡ് റീസെൻ്റായിട്ടൊരു പയലിലും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വൾണറബിലിറ്റി, അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കരയുന്നത് ഒരു വീക്ക്നെസ് ആയിട്ട് പലരും കരുതുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ആൺകുട്ടികൾ കരയുന്നത് ഒരു നെഗറ്റീവ് സൈനായിട്ട് നമ്മുടെ സൊസൈറ്റി കാണുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി ഒത്തിരി നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക നിറച്ച് വെക്കുന്നതാണ്. കാരണം നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഔട്ട്ലെറ്റ് ഇല്ല അത് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ചും കൂടെ ഒരു അവെയർനെസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി വേയിൽ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കരച്ചിൽ വരുന്നുണ്ട്, വിഷമം വരുന്നുണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്താതിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്പേസിലിരുന്നിട്ട് ആ ഒരു എനർജി റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്കിത് റിലേഷൻഷിപ്പിലായിരിക്കാം. നമുക്ക് വൾണറബിൾ ആകാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നില്ല, ആ ഒരു ട്രൂ സെൽഫ് മറ്റുള്ളവരിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അത് റിലേഷൻഷിപ്പിനെയും വ്യക്തിബന്ധങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ചും കൂടെ ഇൻറ്റിമസി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പരസ്പരം ആ ഒരു ഇൻറ്റിമസിയിൽ ആ ഒരു പാഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ വൾണറബിൾ ആണ്, എന്ത് പറഞ്ഞാലും എന്താ പറയുക പെട്ടെന്ന് കരയും, പെട്ടെന്ന് വിഷമം വരും. അങ്ങനത്തെ വിഷമം പാസ്റ്റിൽ കുറേ നാളായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. എപ്പോഴും ഞാൻ റീഡിങ്ങിൽ പറയാറുണ്ട്, സ്ട്രോങ് ആയിട്ടിരിക്കണം, പവർഫുൾ ആയിട്ടിരിക്കണം. പക്ഷേ നിങ്ങൾ അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം, പക്ഷെ പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ വിഷമങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് ഹീലിംഗ് കൊണ്ടുവരിക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് വരുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ബോണ്ട് ഓവർ ഫുഡ്. ഇവിടെ ഫുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഭക്ഷണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് കുറേ നാളായിട്ട് നല്ലൊരു ഡിന്നർ കഴിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്കിത് പാർട്ട്ണർഷിപ്പിലുണ്ട്, നിങ്ങളുടെ ആ ഒരു വ്യക്തിയായിട്ട് കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾ ടൈം മാറ്റി വയ്ക്കാനായിട്ടും ഈ ഒരു മന്ത് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കുറേ നാളായിട്ട് ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്, നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു മന്ത് അതായിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുക. സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഫാമിലി ഡിന്നർ ആയിരിക്കാം. ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു മന്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ടാരോട്ട് കാർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എനർജീസ് നോക്കാം ജൂൺ മാസത്തിലോട്ടുള്ള. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഹെർമിറ്റ്, കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഓക്കെ, ഇവിടെ രണ്ട് സോഡിൻ്റെയും നടുക്കായിട്ട് ഹെർമിറ്റ് ആണ് വന്നേക്കുന്നത്.
കുറച്ച് പേർക്ക് ഈ ഒരു കിങ് ഓഫ് സോഡ്സിൽ വന്നിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറേ നാൾ നിങ്ങൾ ഈ ഒരു ഹെർമിറ്റിൻ്റെ എനർജിയിൽ ഇരുന്നിട്ടുണ്ട്, പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട്. അത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങൾ കുറച്ചും കൂടെ ബോൾഡായിട്ട് അത് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു കൺഫെഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തുറന്ന് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൺഫെസ് ചെയ്യുക, ഓക്കെ, സമ്മതിക്കുക. ആ ഒരു എനർജി കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് എഗെയിൻ ഈ ഒരു 6 ഓഫ് സോഡ്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ട്രാവൽ ബ്ലെസ്സിങ് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതൊരു ഹില്ലി ഏരിയയിലായിരിക്കാം. ഉയർന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇമോഷനായിട്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വികാരങ്ങൾ നിങ്ങളെ പല നാളായിട്ട് അലട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊരു ഹാർമണിയിലോട്ട് വരുന്നതാണ്, ഒരു സമാധാനത്തിൻ്റെ എനർജിയിലോട്ട് ഈ ഒരു മന്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഒരു പീസ്ഫുൾ എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇവിടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി കുറച്ചും കൂടെ കൂടുന്നതാണ്. കുറച്ചും കൂടെ ഓപ്പണായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസും ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഗൈഡ് ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ സപ്പോർട്ടുമാകാം. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ്, ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അത് നിങ്ങളെ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു മന്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ട്, കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 1. താങ്ക് യു. ഇവിടെ വന്നിട്ട് someone is trying to come between you and a friend or something you want. കുറച്ച് പേർക്ക് ഈ ഒരു ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ട് ഇവിടെ ഫേസ് ഇവിടെ മറച്ച് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഹിഡൻ ആയിട്ടുള്ള, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളെ ഈ ഒരു മന്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഹിഡൻ ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അത് മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. വൈൻ, സീക്ക് ഔട്ട് ഇൻഫർമേഷൻ ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഈ ഒരു മന്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്, ഒരു ന്യൂസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണോ, ഓക്കെ, അതിനെ എത്രത്തോളം വിശ്വസിക്കാം, അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് പേർക്ക് എനിക്ക് നിങ്ങളുടെ തേർഡ് ഐ ചക്ര കുറച്ചും കൂടെ ഹീലിങ്ങിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ തേർഡ് ഐ ചക്ര, ആജ്ഞാചക്ര, നമ്മുടെ പിരികത്തിൻ്റെ നടുക്കുള്ള എനർജിയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഒരു ഇല്യൂഷൻ, ഒരു ഫോഗിൻ്റെ എനർജി, മായയുടെ എനർജിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അത് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. റീകൺസിലിയേഷൻ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ, റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ, അതായത് തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് അവിടെ ഒരു ബോണ്ടിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണോ, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ അവർക്ക് ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും അജൻഡാസ് ഉണ്ടാകാം. വുമൺ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ, ഇവിടെ വന്നിട്ട് ആ ഒരു ഫെമിനിൻ എനർജിയാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയായിട്ടുള്ള ഡീലിങ്സ് കുറച്ചും കൂടെ ഈ ഒരു മന്ത് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ടർക്കി, സമ്മൺ ഈസ് ബിഹേവിങ് സ്റ്റുപ്പിഡ്ലി. ചിലപ്പോൾ ഈ ഒരു മന്ത് ഫ്രസ്ട്രേഷൻ കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആങ്ഷ്യസ് ആയിട്ടുള്ള എനർജി, ഓക്കെ, കൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു മന്ത് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം, ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ
നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ, എന്തെങ്കിലുമൊക്കെ ന്യൂസ് ത്രൂ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടാകാം പിന്നെയും ആ ഒരു കാര്യം റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു മന്ത് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു മാസത്തിലോട്ട്. പായൽ നമ്പർ 1, ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് പായൽ നമ്പർ 1ൻ്റെ? ഓക്കെ, 3 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെടുക്കാനാണ് പറയുന്നത്. ബാഗ്, സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് ആസ് എ ന്യൂ ജോബ് ഓർ എ റേസ്. ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ പൈസയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വർധനവായിരിക്കാം. കോബ്വേർബ്, പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. അഗെയിൻ ഇത് ലവ് റിലേഷൻഷിപ്പിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ ടെംപ്റ്റ് ചെയ്യാനായിട്ട്, ചതിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഫോഴ്സിൽ നിന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അഗെയിൻ ലവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, സ്നേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫെയർ മാൻ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ബ്ലോണ്ട് ഗ്രേ ഓർ വൈറ്റ് ഹെയർ. ഈ ഒരു വ്യക്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ഈ ഒരു മന്ത് വഹിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം. യൂണിക്കോൺ, യൂസ് യുവർ ഇൻറ്റ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ച്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, റെയിൻബോ, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് എ സിറ്റുവേഷൻ ഈസ് ഓവർ. എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ, എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, മെയിനായിട്ട് പാസ്റ്റിൽ നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, കാരേജ്, എ ജേർണി ഐദർ ഫിസിക്കൽ ഓർ മെൻ്റൽ. ഈ ഒരു മന്ത് ജേർണി കാണാൻ സാധിക്കുന്നുണ്ട്, യാത്രകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഫിസിക്കലായിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് ഇത് മെൻ്റൽ ജേർണി ആയിരിക്കാം. കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. ഫൈനലായിട്ട് ഡോഗ് ഫാർ എവേ, എ ഡിസ്റ്റൻറ്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണുള്ളതെങ്കിൽ, അതായത് നിങ്ങളൊരു പ്ലേസിലാണ്, നിങ്ങളുടെ പാർട്ട്ണർ വന്നിട്ട് കുറച്ചും കൂടെ ദൂരത്തുള്ള ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലെസ്സിങ് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അവിടെ പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ലീവിൽ, വെക്കേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് ആയിരിക്കാം. ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു മന്ത് അറിയുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഈ ഒരു പൈനാപ്പിളിൻ്റെ എനർജി വന്നിട്ട്, പൈനാപ്പിൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഉള്ളിലുള്ള ടോക്സിൻസ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് പൈനാപ്പിളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അലർജീസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ ഈ ഒരു ക്ലെൻസിങ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അതായത് കുറച്ച് പേർക്ക് ഇത് മെൻ്റലി ആൻഡ് ഇമോഷണലി ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലെൻസ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. കുറച്ച് പേർക്കിത് എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലി ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ഈ ഒരു മന്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഹാബിറ്റ്സും ആകാം. എന്തെങ്കിലുമൊക്കെ കുറേ നാളായിട്ട് വേണ്ടെന്ന് വെക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് ഈ ഒരു മന്ത് കുറേശ്ശെയായിട്ട് ഹീൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള അഫർമേഷൻ എന്താണ് ജൂൺ മാസത്തിലോട്ടുള്ള? താങ്ക് യു.
കുറച്ച് പേരോട് പറയുന്നുണ്ട് ജൂൺ 6 വന്നിട്ട് കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിവിടെ 2 അഫർമേഷൻസ് ആണ് വന്നേക്കുന്നത്. 3 അഫർമേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതെടുക്കണോ? ഓക്കെ. Today I make a difference. Today I will stay focused, work hard and do my very best at everything I do. ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഈ ഒരു മന്ത് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട്, കുറച്ചും കൂടെ നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടാണ് ഈ ഒരു മന്ത് പറയുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. Today I will forgive. Today I will forgive my past mistakes I have made and love myself unconditionally. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം, അത് ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാനായിട്ട് മറക്കാതിരിക്കുക. ആ പാസ്റ്റ് മിസ്റ്റേക്ക് കൊണ്ടിട്ട് നിങ്ങളെ എന്താ പറയുക, ഹേർട്ട് ചെയ്യാതിരിക്കുക. ഫൈനൽ ആയിട്ടുള്ള അഫർമേഷൻ വന്നിട്ട് ടുഡേ ഐ ആം ഇൻ ചാർജ്. ടുഡേ ഐ ആം ഇൻ കൺട്രോൾ ഓഫ് ഹൗ ഐ ഫീൽ. നോബഡി ക്യാൻ മേക്ക് മീ ഫീൽ എനി അതർ വേ ദാൻ ഹാപ്പി. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ നിന്നിട്ട് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ പവർ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കറക്റ്റായിട്ടുള്ള ഡെസിഷൻസ് എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്നതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്താണ് പറയുന്നത്, അതെടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കുമോ, അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. അപ്പോൾ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 അഫർമേഷനിൽ നിന്നിട്ടും നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് താഴെ എഴുതാവുന്നതാണ്. ഫസ്റ്റ് വന്നിട്ട് ടുഡേ ഐ മേക്ക് എ ഡിഫറൻസ്. ഇത് വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ ഹാർഡ് വർക്ക്, കരിയർ, ഫോക്കസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഇത് വന്നിട്ട് ടുഡേ ഐ വിൽ ഫോർഗീവ്, ക്ഷമിക്കാനായിട്ടുള്ള എനർജിയാണ്. ടുഡേ ഐ ആം ഇൻ ചാർജ്, ഇത് വന്നിട്ട് നിങ്ങളുടെ പവർ മനസ്സിലാക്കുന്ന എനർജിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ലൈഫിലോട്ട് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂൺ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പായൽ നമ്പർ 2. Iolite, shift your money mindset. Selenite, clear the clutter. ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയർ, അതുപോലെ തന്നെ നിങ്ങളുടെ പവറാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി ക്ലെൻസിങ്ങിൻ്റെ എനർജി ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങളുടെ മണിയെക്കുറിച്ചിട്ട്, ഫിനാൻസ്, പൈസയെക്കുറിച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ട് ഈ ഒരു മന്ത് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് എന്തെങ്കിലുമൊക്കെ പൈസ തിരിച്ചടയ്ക്കാനായിട്ടുണ്ടെങ്കിൽ അത് കുറേശ്ശെ ആയിട്ട് അത് കൊടുത്തു തീർക്കാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ലോൺ ക്ലോസ് ചെയ്യുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന ഒരു എനർജി കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന എനർജിയും ആകാം, മണി, ഫിനാൻസ് കൊണ്ടിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് പൈസയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് ഇവിടെ ഹീൽ ചെയ്യാനായിട്ടും കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്കിൽ വന്നിട്ട് ഏഞ്ചലായിട്ടാണ്. സപ്പോർട്ട് ഈസ് ഓൾ അറൗണ്ട് യു. ഡെഫിനറ്റ്ലി ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി സംരക്ഷണം ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു മന്ത് ലഭിക്കുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഈ ഒരു മന്ത് പാൽ നമ്പർ 2 എന്തെല്ലാം ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യണം നോക്കാം. താങ്ക് യു.
എന്തെല്ലാം ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട്, പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പാൽ നമ്പർ 2 സാധിക്കും. താങ്ക് യു. നമ്പർ 55, അക്കംപ്ലിഷ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗോൾ. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഗോള്, നിങ്ങൾ ഇത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഇതുപോലെയൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോള് നിങ്ങൾ ഈ ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് മുന്നോട്ടുള്ള എനർജിയാണ്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള എനർജിയാണ്. അതായത് 12 വീക്സിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനത്തെ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഒത്തിരി വലിയ ഗോളാണെങ്കിൽ അതിനെ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് ഫസ്റ്റ് ഞാനിത് അച്ചീവ് ചെയ്യും, അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ലെവലിലോട്ട് പോകുന്നതാണ്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ചെയ്യുന്നതും നിങ്ങളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് ആ പ്രോഗ്രസ് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, പെട്ടെന്ന് നിങ്ങൾ ഡിസ്കറേജ് ആയി പോകുന്ന ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റീഅറേഞ്ച്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്, എന്തൊക്കെ ഷിഫ്റ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എനിക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു മന്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഹോസ്റ്റ് എ മിംഗ്ലർ പാർട്ടി നമ്പർ 23 ആണ്. കുറച്ചും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വന്നിട്ട് മറ്റുള്ളവരായിട്ട്, ഒരു സ്ട്രേഞ്ചറായിട്ട് ഫസ്റ്റ് ഒരു സംസാരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അവിടെ എങ്ങനെ ഹീലിംഗ് കൊണ്ടുവരാം, ആ ഒരു ഐസ് എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് ലേൺ ചെയ്യുന്നത് നിങ്ങളെ ഈ ഒരു മന്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺവെർസേഷൻസിന് വേണ്ടിയിട്ട് ടോപ്പിക്സ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ടോപ്പിക്സിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ടീം മീറ്റിംഗ് ആയിരിക്കാം, നിങ്ങളുടെ ടീമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഫൺ ഗെയിംസ്, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. പാൽ നമ്പർ 2, താങ്ക് യു. Three of Wands. കുറച്ച് പേർക്ക് നിങ്ങൾ ഒരു പുതിയ സ്ഥലത്തോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, കരിയറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ഹോമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അത്ര അറിയത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സെക്യൂർ ഫീലിംഗ്, ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ടും ഈ പറഞ്ഞ ആ ഒരു മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു മന്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് 9 ഓഫ് സോഡ്സിൻ്റെ എനർജി, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്സിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റിലേഷൻഷിപ്സിൽ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് അവിടെ നിന്നിട്ട് എങ്ങനെ പുറത്ത് കടക്കാം, കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള എനർജിയിലോട്ട് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ആ ഒരു ജേർണിയിലായിരിക്കാം കുറച്ച് പേര് ഈ ഒരു മന്ത് സഞ്ചരിക്കുന്നത്. കുറച്ച് പേർക്ക് എഗെയിൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹെൽപ്പിംഗ് ഹാൻഡ് ലഭിക്കുന്നതാണ്, ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഒരു ടോക്സിക് എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോഗ്രസ്സിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുക, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എനർജീസ്, അവിടെ കുറച്ചും കൂടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മന്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു മന്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പാൽ നമ്പർ, വാവ്, കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. ഇവിടെ നിങ്ങളുടെ ആങ്കർ ഇഷ്യൂസാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എടുത്തു ചാടി ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത് കുറച്ചും കൂടെ കെയർഫുള്ളാക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ സോറി പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
നെക്സ്റ്റ് എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പൈൽ നമ്പർ 2 വന്നിട്ട് ഓൾഡർ മാൻ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ. നിങ്ങളെക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. ആ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് കൊണ്ടുവരിക. കുറച്ച് പേർക്ക് രണ്ട് സൈഡും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ 3 കാർഡ് വന്നിട്ടുണ്ട്. ഷീൽഡ്, യു നീഡ് ടു ഡിഫെൻഡ് യുവർ സെൽഫ്. നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പറഞ്ഞ ഒരു ടോക്സിക് എനർജിയിൽ നിന്നിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വോണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ്. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഫേർട്ട് ഇടാനായിട്ട് മടിക്കാതിരിക്കുക. പുതിയ പുതിയ എക്സ്പീരിയൻസിനോട് നിങ്ങൾ നോ പറയാതിരിക്കുക. റാം, എ സ്റ്റബേൺ അഗ്രസീവ് പേഴ്സൺ. അഗെയിൻ ആ ഒരു എനർജി കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം, ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം. അത് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു മന്ത് പറയുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ പിടിവാശിയിലിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ബാക്കിൽ എ 2-faced ഫ്രണ്ട്, 2 മുഖമുള്ള ഒരു ഫ്രണ്ടിൻ്റെ എനർജി. ഓക്കെ, അതൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു മന്ത് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് ഈ ഒരു മന്ത് എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് കടന്നു വരുന്നത്? ഓക്കെ, ഗ്രേപ്സ്, ടൈം ടു ഗോ ഔട്ട് ആൻഡ് ഹാവ് ഫൺ. ഇവിടെ വന്നിട്ട് കുറച്ചും കൂടെ പ്ലേഫുൾ എനർജിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ടീമിനെ മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പാർട്ടി ഇവൻറ്റ്സ് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഫൺ എലമെൻറ്റ് ഈ ഒരു മന്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് കൂടുതൽ സമയം പുറത്ത് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും ലഭിക്കുന്നതാണ്. താങ്ക് യു. ന്യൂ ജോബ്, കരിയർ. വാവ്, നിങ്ങൾക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. പുതിയ ജോലിയുടെ രൂപത്തിലായിരിക്കാം, കരിയർ ട്രാൻസിഷൻ ആയിരിക്കാം. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ് കടന്നു വരുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്റ്റക്കായിട്ടിരുന്ന ആ ഒരു കരിയറിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് സ്റ്റക്കായിട്ടിരുന്നു, നിങ്ങൾക്ക് റേസ് കിട്ടുന്നില്ല, മണി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. പുതിയൊരു ജോലി നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, സ്റ്റാർ, ഗ്യാരണ്ടീഡ് സക്സസ്. ഒത്തിരി സക്സസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു സ്റ്റാറിൻ്റെ എനർജി വന്നിട്ട് നിങ്ങളുടെ ഓറയിൽ ഒത്തിരി ഹീലിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ വൈബ്. ഓക്കെ, അത് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നതാണ്. ബ്രൂം, ന്യൂ ഹോം, ന്യൂ ആറ്റിറ്റ്യൂഡ്. കുറച്ച് പേർക്ക് പുതിയ വീട് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വീട്ടിലുള്ളവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്കത്തെ വീട് മോടി പിടിപ്പിക്കുന്ന എനർജിയും ആകാം, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്ന എനർജിയും ആകാം. വിഷ് ബോൺ, എ വിഷ് ഇസ് ഗ്രാൻറ്റഡ്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷ് ഈ ഒരു മന്ത് ഫുൾഫില്ലായിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് വീട് മേടിക്കണം എന്നുള്ള ആ ഒരു വിഷയമായിരിക്കാം, കുറച്ച് പേർക്ക് കരിയറായിട്ടുള്ള വിഷയമായിരിക്കാം, കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നിട്ട് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ വിഷസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് ഫുൾഫില്ലായിട്ട് വരുന്നതാണ്. ബാക്കിൽ വന്നിട്ട് ക്രൗൺ, ഹോണർ ആൻഡ് റെസ്പെക്റ്റ് വിൽ കം ടു യു. ഓക്കെ, ഈ ഒരു മന്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ റെസ്പെക്റ്റ് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു പൊസിഷൻ ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്ന എനർജിയുമാകാം കുറച്ച് പേർക്കിത്. ഫൈനലായിട്ട് നിങ്ങളുടെ എഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു മന്തിലോട്ട് നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണ്? പൈൽ നമ്പർ 2. ഓക്കെ, ഇവിടെ വന്നിട്ട് ടുഡേ ഐ ആം ക്യൂരിയസ്, ടുഡേ ഐ വിൽ ഓപ്പൺ മൈ മൈൻഡ് ആൻഡ് എക്സ്പ്ലോർ ന്യൂ പോസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ കുറച്ചും കൂടെ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആയിട്ട് വയ്ക്കാനായിട്ടാണ് ഈ ഒരു മന്ത് പറയുന്നത്. പുതിയ എക്സ്പീരിയൻസിനോട് അല്ലെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ തുറന്ന മനസ്ഥിതിയോടുകൂടി അതിനെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേരോട് ക്യൂരിയോസിറ്റിയുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷ, മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആകാംക്ഷ. ഓക്കെ, അതെല്ലാം നിങ്ങളെ ഈ ഒരു മന്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്.
ബാക്കിൽ വന്നിട്ട് ടുഡേ ഐ ഫീൽ ഗുഡ്. ടുഡേ ഐ നോ ഡീപ്പ് ഡൗൺ ദാറ്റ് ഐ ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ് ആൻഡ് ഐ ആം എ ഗുഡ് പേഴ്സൺ. ഇത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ കുറച്ചൊന്ന് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു മന്ത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും മേടിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ക്ലോത്ത്സ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അതിൽ കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെല്ലാം നിങ്ങളെ കുറച്ചും കൂടെ ആ ഒരു ഫീൽ ഗുഡ് എനർജിയിൽ നിർത്താനായിട്ട്, കുറച്ചും കൂടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 അഫർമേഷനാണ് വന്നേക്കുന്നത്. ടുഡേ ഐ ആം ക്യൂരിയസ്. ഓക്കെ, ക്യൂരിയസിൻ്റെ മീനിങ് വന്നിട്ട് ആകാംക്ഷയാണ്. ലൈഫിൽ ആ ഒരു ക്യൂരിയസ് എനർജി, കുട്ടികളുടെ ആ ഒരു എനർജി നമുക്കറിയാം, എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റിയാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ ഒരു മന്ത് ശ്രമിക്കുക. ടുഡേ ഐ ഫീൽ ഗുഡ്. ഓക്കെ, ആ ഒരു ഫീൽ ഗുഡ് എനർജി ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും റെസൊണേറ്റ് ചെയ്യുന്ന അഫർമേഷൻ നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.